പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ
സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശ്രവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിവദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായിട്ടുള്ളവയെല്ലാം പ്രക്ഷോഭിക്കും. ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെടുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും.
നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷം? മത്തായിയുടെ സുവിശേഷമാണ്. എത്ര അധ്യായമാണ്? 1 അധ്യായമാണ്. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? കൃത്യമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. സന്തോഷമായി എനിക്ക് കേട്ടോ. 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഔസേപ്പിതാവിനുണ്ടായ ദർശനവും ഔസേപ്പിതാവിൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം എന്നായിട്ട് പറയുക. മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അവൻ്റെ ചിന്തയിൽ ഉണ്ടാകുന്ന, സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ക്രിസ്മസൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസിനോട് അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഔസേപ്പിതാവ് കേട്ടോ. ഔസേപ്പിതാവിൻ്റെ 3 ക്വാളിറ്റികൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഔസേപ്പിതാവിൻ്റെ 3 ക്വാളിറ്റികൾ ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ നീതിമാനായിരുന്നു. ഔസേപ്പിതാവ് നീതിമാനായിരുന്നു. ജീവിതത്തിൽ നീതിയുള്ളവനായിരുന്നു ഔസേപ്പിതാവ്. അത് സ്വന്തം ജീവിത പങ്കാളിയോടും കൂടപ്പിറപ്പുകളോടും മറ്റുള്ളവരോടൊക്കെ നീതിയോടെ വർത്തിച്ചവനായിരുന്നു ഔസേപ്പിതാവ്. പലപ്പോഴും എന്താണ് ഈ നീതി എന്ന് ചോദിക്കും. ഒരു മനുഷ്യന് കൊടുക്കേണ്ട അർഹമായ സ്നേഹവും ബഹുമാനവും അവന് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നതാണ് നീതി എന്ന് പറയുക. ഒരു മനുഷ്യന് കിട്ടേണ്ടതാണ് നീതി എന്ന് പറയുക. അത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട് നീതിയോടെ കിട്ടേണ്ട കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഔസേപ്പിതാവ് ജീവിച്ചതുപോലെ നീതിയോടെ വർത്തിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്ത് അതുപോലെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളോട് നീതിയോടെ വർത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ മക്കളോട് നീതിയോടെ വർത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഞാനൊരു അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, മകളായിരിക്കാം, മകനായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, കൂടപ്പിറപ്പായിരിക്കാം, അയൽവക്കക്കാരനായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം. എനിക്കൊരു നീതിയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കൂടെയുള്ളവരോട് ചെയ്യേണ്ട ചില നീതികൾ, അത് നീതിയോടെ വർത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അവിടെയാണ് ഔസേപ്പിതാവിൻ്റെ ഈ ക്വാളിറ്റി നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുക. ഔസേപ്പിതാവ് നീതിമാനായിരുന്നു. ജീവിത പങ്കാളിയോട്, കൂടപ്പിറപ്പുകളോട്, കൂടെ ജീവിക്കുന്നവരോടൊക്കെ നീതിയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. നമുക്കും പറ്റട്ടെ നീതിയോടെ ജീവിക്കാൻ കൂടെയുള്ളവരോട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കാര്യമാണ്, ആരെയും അപമാനിക്കാതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഔസേപ്പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തോരം പേരെ നമ്മൾ അപമാനിക്കുന്നുണ്ട്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് എത്രയോ പേരുടെ കുറ്റങ്ങൾ നമ്മൾ ഓരോ ദിവസവും പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ജീവിത പങ്കാളിയുടെ കുറ്റം പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ കുറ്റം പറയുന്നുണ്ട്, കൂടപ്പിറപ്പിൻ്റെ കുറ്റം പറയുന്നുണ്ട്, അയൽവക്കക്കാരൻ്റെ കുറ്റം പറയുന്നുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവൻ്റെ കുറ്റം പറയുന്നുണ്ട്, കൂട്ടുകാരൻ്റെ കുറ്റം പറയുന്നുണ്ട്. ഈ കുറ്റങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. അവിടെയാണ് ഔസേപ്പിതാവ് നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുക. എന്താണ്? ഔസേപ്പിതാവിന് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറ്റം പറയായിരുന്നു, അപമാനിക്കായിരുന്നു. പക്ഷേ ഔസേപ്പിതാവ് തീരുമാനിച്ചു, ഞാൻ അപമാനിക്കണില്ല, ഞാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കണുള്ളൂ, ഞാൻ ആരെയും ഒന്നും പറയാൻ പോണില്ല. ഔസേപ്പിതാവിന് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണ്, അവൾ വേണമെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലോ വീട്ടുകാരുടെ മുമ്പിലോ കൂടപ്പിറപ്പിൻ്റെ മുമ്പിലോ നാണം കെടുത്തി വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഔസേപ്പിതാവ് അതിന് മുതിരുന്നുണ്ടോ? ഇല്ല. അവൻ എന്താ ചെയ്യണേ? രഹസ്യമായിട്ട് ആരും അറിയാതെ ഉപേക്ഷിക്കുക. രഹസ്യമായിട്ട് ആരും അറിയണ്ട, അവൾക്ക് ഈ ഒരു കുഴപ്പമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ആരും അറിയണ്ട എന്ന് ചിന്തിച്ച് എല്ലാം രഹസ്യമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയൊരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റോ മറ്റുള്ളവരെ കുറ്റം പറയാതെ ജീവിക്കാൻ? നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും മറ്റു പലരെയും അപമാനിക്കുന്നവരാ വാക്കുകൊണ്ടല്ലേ. നമ്മളിപ്പോൾ 2 പേര് കൂടിയാൽ വേറൊരാളുടെ കുറ്റമല്ലേ പറയുക? നമ്മൾ 3 പേര് കൂടിയാൽ അതിലില്ലാത്തൊരാളുടെ കുറ്റം പറയും. ഇനി ആണെങ്കിൽ തന്നെയോ കൂട്ടുകാർ തന്നെ കൂടിയാലോ ഒരാളെ കളിയാക്കിയിട്ടല്ലേ നമ്മൾ ചിരിക്കുക? പലപ്പോഴും ചിന്തിച്ചു നോക്കിയേ, ഒരാളെ കളിയാക്കി കിട്ടുന്ന സുഖം കൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ആഹ്ലാദിച്ചിട്ടുള്ളത്. ഔസേപ്പിതാവ് നമ്മളൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുക. രണ്ടാമത്തെ ഒരു ക്വാളിറ്റി, അപമാനിക്കരുത് ആരെയും.
വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ കളിയാക്കുമ്പോൾ, അവൻ്റെ കുറ്റം പറയുമ്പോൾ അവൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാകാം, പക്ഷെ അവൻ്റെ മനസ്സ് മുറിയുന്നുണ്ടാവാം. നമ്മളെന്നെ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരന്മാരെ ഒന്നിച്ചു കൂടുന്നു, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവൻ ചിരിച്ച് ചിലപ്പോൾ ആ കുറ്റം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് മുറിഞ്ഞിട്ടില്ലേ പലപ്പോഴും? ഇതന്നെയല്ലേ പലർക്കും നടക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അസപിതാവ് നമ്മളോട് പറയുക, അപമാനിക്കാൻ ശ്രമിക്കരുത് ആരെയും. അത് നിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ കുറ്റം ഞാൻ പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്തോരം വേദനിക്കേണ്ട അതിനെ ഓർത്തിട്ട്. പക്ഷേ അവസപിതാവ് നമ്മളോട് ഏറ്റവും വലിയൊരു ഉദാഹരണം കാണിച്ചു തരാം. അപമാനിക്കരുത് ആരെയും, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് ആരെയും അപമാനിക്കാതിരിക്കാൻ ഒന്ന് പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. അവസപിതാവ് നമ്മളൊക്കെ ചെയ്യുന്ന, അവസപിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, സ്വന്തം തീരുമാനങ്ങളെക്കാളും സ്വർഗീയ തീരുമാനങ്ങൾക്ക്, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ജീവിച്ച മനുഷ്യനായിരുന്നു അവസപിതാവ്. സ്വന്തം തീരുമാനം തൊട്ടാ അവൾ ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. കാരണം സ്വപ്നത്തിൽ കണ്ട ഇതൊക്കെ അനുസരിച്ചിട്ട് അവൻ ചിന്തിക്കുക, ഇതിനെ ഉപേക്ഷിക്കണം, മാതാവിനെ ഉപേക്ഷിക്കണം. പക്ഷേ ദൈവിക തീരുമാനം തൊട്ടായിരുന്നു അവളെ സ്വീകരിക്കണമെന്ന്. വളരെ സുന്ദരമായിട്ട് ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, അവളെ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. ആ ഏറ്റവും അവസാനത്തെ വചനം അത് തന്നെയാണ്, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. സ്വന്തം സ്വപ്നങ്ങളെക്കാളും സ്വന്തം ആഗ്രഹങ്ങളെക്കാളും സ്വന്തം ചിന്തകളെക്കാളും അവസപിതാവ് പ്രാധാന്യം കൊടുത്തത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കാണ്. ഈ സ്വന്തം തീരുമാനങ്ങളുടെ ഒരു പ്രശ്നം എന്നറിയോ? തെറ്റിദ്ധാരണകളുണ്ടാവും. നമുക്ക് തെറ്റിദ്ധാരണകളുണ്ടാവും. ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടില്ലേ? പക്ഷെ കാര്യം അറിയുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ, അയ്യോ എൻ്റേതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളത്. നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുള്ളവരാ അല്ല, തെറ്റിദ്ധാരണകളുടെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കും. ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് നീ എന്തിനാ അങ്ങനെ ചെയ്തേ, ഒരു തെറ്റിദ്ധാരണയാണ്, നമുക്ക് ഉറപ്പില്ല, പക്ഷെ തെറ്റിദ്ധരിക്കുക. അവസപിതാവ് അങ്ങനെയായിരുന്നു. മനസ്സിൽ കണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാക്കപ്പെട്ടു, ഉറപ്പില്ല, പക്ഷേ അതിനെ പ്രതി ഒരു തീരുമാനം എടുക്കാൻ അവസപിതാവ് പോണില്ല. നമ്മളാണെങ്കിലോ അതിനെ പ്രതി അപ്പം തന്നെ തീരുമാനം എടുത്തേനെ. നമ്മുടെ തെറ്റിദ്ധാരണകൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തേനെ. ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ കൂടപ്പിറപ്പുകളോട്, എൻ്റെ മക്കളോട്, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കും. ചിലപ്പോൾ എൻ്റെ ധാരണകൾ തെറ്റായിരിക്കാം, അതിന് തെറ്റിദ്ധാരണ എന്ന് പറയണേ. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എസ് പറയാൻ, ദൈവത്തിൻ്റെ പദ്ധതി എന്നിട്ടാ നീ എത്ര തെറ്റിദ്ധാരണയിലൂടെ പോയാലും തമ്പുരാൻ പറയാ, ക്ഷമിച്ച് കൂടെ ജീവിക്കേ, പുറത്ത് കൂടെ ജീവിക്കേ, സ്നേഹിച്ച് കൂടെ ജീവിക്കേ. ഇതാണ് ദൈവിക തീരുമാനം. നമുക്കതിന് പറ്റുന്നുണ്ടോ? പലപ്പോഴും പറ്റാറില്ല. എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ വഴക്ക്, ഒച്ചപ്പാട്, ബഹളം, ആ ബന്ധം തീർന്നു. പക്ഷേ ക്ഷമിച്ച് പുറത്ത് കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. അവസപിതാവ് നമ്മളോട് പറയുന്ന കാര്യം അത് തന്നെയാണ്. സ്വന്തം തീരുമാനങ്ങളെക്കാളും ദൈവത്തിൻ്റെ തീരുമാനത്തിന് എസ് പറഞ്ഞ് ജീവിക്കുക. അവിടെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെയൊക്കെ ഭംഗിയുള്ളതാകും, കുറച്ചും കൂടെയൊക്കെ സുന്ദരമാകും, അനുഗ്രഹമുള്ളതായിട്ട് മാറും. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തോറ്റുപോയിട്ടുള്ളൂ അല്ലേ? ചിന്തിച്ച് നോക്കിയേ, നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, ചിന്തിക്കണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, എന്തിനെങ്ങനെ പോയേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കാറുള്ളൂ. അതിൻ്റെ കുഴപ്പമെന്നറിയോ? നമ്മുടെ തീരുമാനം ആയതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിലോ നമ്മൾ വിചാരിക്കും പോട്ടെ, നല്ല കാര്യമല്ലേ, ഇച്ചിരി വിഷമിച്ചാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ തീരുമാനമല്ലേ, ഇറ്റ്സ് ഓക്കെ. അതാണ് നമ്മുടെ ജീവിതം. സ്നേഹം നിറഞ്ഞവരെ, അവസപിതാവ് നമ്മളെ ചോദ്യം ചെയ്യുക 3 കാര്യങ്ങളിൽ കൊണ്ട്. ഒന്നാമത്തെ കാര്യം, നിൻ്റെ ജീവിതം കൊണ്ട് ആരെയും അപമാനിക്കാൻ ശ്രമിക്കരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീതിമാനായിരിക്കണം ജീവിതത്തിൽ. നിൻ്റെ കൂടെയുള്ളവരോടെങ്കിലും നീതി കാണിക്കണം, നീതിയോടെ വർത്തിക്കണം. മൂന്നാമത്തെ കാര്യം, സ്വന്തം തീരുമാനങ്ങളെക്കാളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കുറച്ചും കൂടെയൊക്കെ എസ് പറയും, കുറച്ചും കൂടെയൊക്കെ ഒന്ന് ക്ഷമിക്ക്, കുറച്ചും കൂടെയൊക്കെ ഒന്ന് വിട്ടുകൊടുക്ക്. ജീവിതം സുന്ദരമാവും. ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. സ്നേഹനിധിയായ ഈശോയെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ശക്തിയും മനസ്സിലാക്കി ജീവിക്കാൻ ഓരോ മക്കളെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപരിഹൃതനായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്കായി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജിനുവച്ചനെയും ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും
ഓരോ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദാതാവായ ഈശോയെ, രോഗങ്ങളും പീഡകളും വലയുന്ന ഓരോ മക്കളെയും അങ്ങയുടെ ദിവ്യകര സ്പർശത്താൽ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹവതിയായ ഈശോയെ, പ്രാർത്ഥനയിൽ വളരാം എന്ന ആപ്തവാക്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. കരമണയ്ക്കാനപ്പവും കരതലത്തിൽ വീഞ്ഞുമായി വരികയായി നിൻ സുതരിതാ ചൊരിയുമോ വരമാലിനി സകല നന്മദായക അഖില ലോകനായക മഹിതപാദേ ചേർന്നു നിൻ മഹിമ പാടിടാം. കരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷുകളിനെയും അതിനനുബന്ധ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക ഞെരുക്കങ്ങളെയും ഒക്കെ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് കടന്നു വരണേ കർത്താവേ. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും കടബാധ്യതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ സ്വീകരിക്കണേ തമ്പുരാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമത്തിന് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ഈശോയെ എല്ലാ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയോസെപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്ത്രീയന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലശക്തികളുടെ ആശ്രയനും
യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാർത്തറപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാർഥ്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യാസ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേക്ഷതനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെ സാകിലെ യാക്കോബിന്റെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായത്വമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദേവസൂനുവേ, നിത്യസ്നേഹരൂപനേ, യേശുവേ, യേശുവേ, കൈതൊഴുന്നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റ് പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുമുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ ഗാനത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വേദിയിൽ ബലിവേദിയിൽ ഓസ്തിയിൽ തിരുവോസ്തിയിൽ വാണിടും മഹോന്നത ആരാധന. വേദിയിൽ ബലിവേദിയിൽ ഓസ്തിയിൽ തിരുവോസ്തിയിൽ വാണിടും മഹോന്നത ആരാധന. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെ ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങളും രഹസ്യ പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഈശോയെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകറുക പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലൊരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുതർക്കവും പരിശുദ്ധവും ജീവനായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടകളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സുസ്തി. കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ.